അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റോടുകൂടെ ഇന്നത്തെ ദിവസം ഐശ്വര്യമായിട്ട് തുടങ്ങും. ഇന്ന് നമ്മുടെ 4ാമത്തെ ദിവസമാണ്. വെസ്റ്റ് സിക്കിമിലാണ് ഇപ്പോൾ ഉള്ളത്. മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാന്നുള്ളത് പോലെയാണ് നിൽക്കുന്നത്. ഈ കാണുന്നത് പോലെ എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുകയാണ്, ഒരു വൈൽഡ് ബ്യൂട്ടി. ഇതുപോലെ റോഡൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. പോകുമ്പോൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് നമുക്ക് തോന്നും. നമ്മളിപ്പോൾ ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, കിച്ചിയോ പെറി ലേക്ക്. സെപ്റ്റംബറിൻ്റെ പകുതിയിലാണ് ഇപ്പോൾ നമ്മളവിടെ ഉള്ളത്. സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഒരുപാടൊന്നല്ല, ആരും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. ലേക്കിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കാനായിട്ടുണ്ട്. അത് ശരിക്കൊരു സുഖമുള്ള നടത്തായിരുന്നേ. ചുറ്റും പക്ഷികളുടെ ശബ്ദം മാത്രം, പ്രകൃതി അത്ര ശാന്തമായിരുന്നു. സീസൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ട ലേക്ക് അങ്ങനെയായിരുന്നു. പിന്നെ അവിടെ നമ്മളൊരു റിംപോച്ചെ കേവ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത് കണ്ടു. കുറച്ച് നേരം മേലോട്ടേക്കൊന്ന് കയറി നോക്കി. മഴ വരാനുള്ള ഒരു ചാൻസ് കണ്ടു. പിന്നെ നോക്കുമ്പോൾ അതവിടെ ഓപ്പൺ ആണോ എന്നൊരു സംശയം. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ താഴത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. കാഞ്ചൻജംഗ ഫോൾസാണ്. മഴക്കാലം ആയതുകൊണ്ട് നല്ല ശക്തിയായിട്ട് വെള്ളം താഴ്ത്തി വരുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ കാണുന്നത് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ കണ്ടുപോയി വാട്ടർഫോളാണ് കേട്ടോ. പിന്നെ എത്തിയിട്ടുള്ളത് പെല്ലിങ്ങിലെ സ്കൈ വോക്കിലാണ്. അവിടെ തന്നെ ഒരു ബുദ്ധ ടെമ്പിളും ഉണ്ട്. നമ്മളവിടെ എത്തി കറക്റ്റ് സമയമായപ്പോൾ മഴയും അങ്ങോട്ട് വന്നു. ഗ്ലാസ്സിൽ കൂടെ കുറച്ച് നേരം നടന്നിട്ട് പിന്നെ ബുദ്ധ ടെമ്പിളിലേക്ക് പോയി. സത്യത്തെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാഞ്ചൻജംഗ മൗണ്ടൻസ് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ക്ലൈമറ്റ് ഇങ്ങനെ ആയിരുന്നുകൊണ്ട് അത് മിസ്സായി. സിക്കിം പോയിട്ട് കാഞ്ചൻജംഗ മൗണ്ടൻസ് കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ക്ലൈമറ്റിൽ സിക്കിം കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ സമയം മഴയിട്ട് അവിടെ തന്നെ നിന്നു. പിന്നെ നമ്മളൊരു ബേർഡ് പാർക്കിലേക്ക് പോയി. ബേർഡ് പാർക്കിൽ കുറച്ച് സമയം നിന്നു. പിന്നെ അതിനേക്കാൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അവിടെ നേച്ചർ വാക്ക് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടപ്പോഴാണ്. അതിലൂടെ കുറച്ച് സമയം നടന്നു. സിനിമയിലേക്ക് കാണുന്നൊരു ലൊക്കേഷൻ പോലെ ഉണ്ടായിരുന്നു. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റൊക്കെ ഫെയ്ഡാവാനായിട്ട് തുടങ്ങി. പിന്നെ നല്ല മഞ്ഞ് വരാനായിട്ട് തുടങ്ങി. സൂര്യൻ്റെ വെളിച്ചമാണെങ്കിൽ ചെറിയ ഗ്യാപ്പിൽ കൂടെയൊക്കെ വരുന്നുണ്ടായിരുന്നു. ചുമ്മാ നടന്നു തുടങ്ങിയിട്ടാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം ചില ബോർഡൊക്കെ കാണാൻ വേണ്ടി തുടങ്ങി. അവിടേക്ക് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൻഷ്യൻ സൈറ്റ് ഉണ്ടെന്ന്. പിന്നെ നോക്കി നോക്കി അങ്ങോട്ടേക്ക് നടന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് നല്ലൊരു വ്യൂ ഒക്കെ കണ്ട് കുറച്ച് സമയം നിന്നു. അങ്ങനെ ഇതോടുകൂടെ നമ്മൾ വെസ്റ്റ് സിക്കിമിനോട് ബൈ പറയുകയാണ്. വെസ്റ്റ് സിക്കിം മാത്രമല്ല, നമ്മുടെ സിക്കിമിനോടുകൂടെ നമ്മൾ ബൈ പറയുകയാണ്. ഇനി നമ്മൾ ബാഗ്ഡോഗറിക്കാണ് പോകുന്നത്. നാളെയാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. സിക്കിമിൻ്റെ ക്ലൈമറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വഴിയിൽ വല്ലതും പെട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് തലേ ദിവസം തന്നെ നമ്മൾ അവിടെ എത്തിയത്. ഇത്രയും ദിവസം കണ്ണു നിറയെ പച്ചപ്പ് മാത്രം കണ്ട് പെട്ടെന്ന് ഇതുപോലൊരു സ്ഥലത്തെത്തിയപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നിയിട്ടോ. പിന്നെ ക്ലൈമറ്റ് ആയാലും അവിടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇവിടെ. ഇവിടെ ഒരു ചൂടൊക്കെ ആയിരുന്നു. ഇനി നേരെ എയർപോർട്ടിലേക്കാണ്. എപ്പോഴത്തെയും പോലെ തന്നെ ഒരു യാത്ര കഴിയുമ്പോൾ വിഷമവും പിന്നെ കുറേ മെമ്മറീസും എല്ലാം ആയിട്ട് നമ്മുടെ സിക്കിം ഡയറീസ് ഇവിടെ തീരും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.